കേരളത്തെ ഞെട്ടിച്ച ഷാരോൺ വധക്കേസിൽ വിധി ഇന്ന്. പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് നെയ്യാറ്റിൻകര കോടതി ഇന്നലെ വിധി പറഞ്ഞിരുന്നു. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് കണ്ടെത്തിയത്. തെളിവ് നശിപ്പിച്ചതിന് മൂന്നാം പ്രതിയായ അമ്മാവൻ നിർമ്മല കുമാരൻ നായരും കുറ്റക്കാരനാണ്. രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ കുറ്റക്കാരിയല്ലെന്നും കോടതി കണ്ടെത്തിയിരുന്നു. അർജുൻ രാജുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കുടുംബമടക്കം ഇന്നലെ പ്രതികരിച്ചിരുന്നു. എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ പ്രോസിക്യൂഷന്റെ? രാവിലെ 11 മണിക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ കോടതി ഈ കേസിൽ വിധി പറയും. ഏറെ കോടതികൾ സൃഷ്ടിച്ച മലയാളികൾ ഒരുപാട് ഞെട്ടിച്ച സംഭവമായിരുന്നു ഷാരോൺ കൊലക്കേസ്. അതിൽ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് ഇന്നലെ കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ ഗ്രീഷ്മയ്ക്കും ഒപ്പം തന്നെ ഈ തെളിവ് നശിപ്പിക്കുന്നതിനുൾപ്പെടെ കൂട്ടുനിന്ന അവരുടെ അമ്മാവനും എതിരായിട്ടുള്ള കോടതി വിധി ഇന്ന് 11 മണിക്ക് ഉണ്ടാകും. ഈ ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള വധശിക്ഷ പ്രതികൾക്ക് നൽകണം, ഗ്രീഷ്മയ്ക്ക് നൽകണമെന്ന ആവശ്യമാണ് കുടുംബം ഉയർത്തുന്നത്. പ്രോസിക്യൂഷനും ആ വാദമായിരിക്കും ഇന്ന് കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണം. അത് പരിഗണിച്ചുകൊണ്ട് വധശിക്ഷ നൽകണമെന്ന ആവശ്യമായിരിക്കും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പോകുന്നത്. പക്ഷേ പ്രതിഭാഗം പ്രതിയുടെ പ്രായം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷാ ഇളവ് നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും. നെയ്യാറ്റിൻകര അഡീഷണൽ ജഡ്ജി MM ബഷീറാണ് ഈ ശിക്ഷ വിധിക്കുന്നത്. ഈ അമ്മാവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന ആരോപണം, അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പക്ഷേ അമ്മയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കില്ലെന്ന് കണ്ട് അമ്മയെ കേസിൽ നിന്ന്, ഗ്രീഷ്മയുടെ അമ്മയെ കേസിൽ നിന്ന് വെറുതെ വിട്ടിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാനാകില്ല. ഈ അമ്മയും ഇക്കാര്യത്തിൽ പ്രതിയാണെന്ന വാദം അല്ലെങ്കിൽ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കെതിരെയും അമ്മയും പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അപ്പീൽ പോകാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഇന്ന് നിർണായകമാകുന്ന വിധിയാണ്. അതിൽ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ആവശ്യം കുടുംബം ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അത് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പറയുകയും ചെയ്യും. അതിൽ ശിക്ഷായിളവ് നൽകുമോ അല്ലെങ്കിൽ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷയായിരിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും അറിയാൻ പോകുന്നത്. ശരി, എന്തായാലും ഗ്രീഷ്മയുടെ ശിക്ഷാവിധി ഇന്നുണ്ടാകും എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ്.